നമ്മുടെ കോർപ്പറേഷൻ വലിയൊരു തുക മുടക്കിയിട്ട് നഗര വികസനത്തിന്റെ ഭാഗമായിട്ട് നഗരത്തിലെ ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങളും അവർക്ക് സുരക്ഷിതമായിട്ട് അല്ലെങ്കിൽ നല്ല വൃത്തി ഉള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പാളയം പച്ചക്കറി മാർക്കറ്റ് കല്ലുത്തങ്കടവിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. ആ തീരുമാനം എടുത്തിട്ട് ഏകദേശം 20 വർഷത്തിലധികമായി. പ്രവൃത്തി തുടങ്ങിയിട്ട് 12 വർഷം 13 വർഷത്തിലും അധികമായി. പൂർത്തീകരിച്ച് കഴിഞ്ഞ് ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോഴാണ് ചില ആളുകൾ, ചില തൽപര കക്ഷികൾ എന്ന് തന്നെ പറയാൻ എനിക്ക് തോന്നുന്നു. കാരണം അത് അവിടെ സൗകര്യങ്ങൾ ഉണ്ടാവില്ല എന്ന് ഒരു ബാലിശമായ വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് അത് മാറുന്നതിനെതിരായിട്ട് തെറ്റായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് കോർപ്പറേഷനെ മോശമായ രീതിയിലേക്ക് കോർപ്പറേഷനെതിരായിട്ട് സമരവും ബന്ധപ്പെട്ട ഭരണാധികാരിക്കെതിരായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷം ഇപ്പം കോർപ്പറേഷൻ പ്രവർത്തനത്തിന് തന്നെ ആ കൺസ്ട്രക്ഷൻ തന്നെ നിർമ്മാണ പ്രവർത്തനത്തിന് 100 കോടിയിലധികം ചെലവഴിച്ചു കഴിഞ്ഞു. സെന്റിന് മിനിമം 30 ലക്ഷം ഉണ്ടാകുന്ന സ്ഥലത്ത് 5.5 ഏക്കർ സ്ഥലം, അത് 550 സെന്റ് സ്ഥലത്ത്, അപ്പം അതിന്റെ വാല്യൂ എത്ര എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഇത്രയധികം പണം മുടക്കി കോർപ്പറേഷൻ ഒരു വലിയ പ്രോജക്റ്റ് ഉണ്ടാകും, ഒരു വികസന പദ്ധതി നടപ്പാക്കുമ്പോൾ, ജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കുമ്പോൾ അതിന് തടയിടാനുള്ളത് ചെറിയ വല്ലാത്തൊരു അവസ്ഥയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ത് വില കൊടുത്താൽ അത് മാറണം. ഇത് തീരുമാനിച്ച ഒരു കോർപ്പറേഷൻ കൗൺസിൽ അത് നടപ്പാക്കാനും കഴിയണം. കോർപ്പറേഷൻ ജനങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ഒറ്റക്കെട്ടായിട്ട് ഐക്യകണ്ഠേന തീരുമാനിച്ചത്, അല്ലാതെ CPM-ഓ ജനതാദളോ ഒന്നും അല്ല തീരുമാനിച്ചത്, അല്ല കോൺഗ്രസ് അല്ല തീരുമാനിച്ചത്. ഇടതുപക്ഷ മുന്നണിയിലുള്ള മുഴുവൻ പാർട്ടിക്കാരും, അതേപോലെ തന്നെ UDF ഉള്ള മുഴുവൻ പാർട്ടിക്കാരും, BJP എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഇത് തീരുമാനം എടുത്തത്. ആരും ഒരു അപശബ്ദം ഉണ്ടാക്കാതെ എടുത്തൊരു തീരുമാനത്തെ അത് നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറയുന്നതും ഒരു വിധത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. അത് ജനാധിപത്യത്തിനോടുള്ള ഒരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് എത്രയും വേഗം ഇത് മാറണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്.